നമസ്കാരം. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്ന കവച് സുരക്ഷാ സംവിധാനം കേരളത്തിലും വരുന്നു. 106 കിലോമീറ്റർ ദൂരമുള്ള ഷൊർണൂർ എറണാകുളം സെക്ഷനിലാണ് പദ്ധതി ആദ്യം നടപ്പിലാക്കുക. വിവിധ സംസ്ഥാനങ്ങളിലായി 7228 കിലോമീറ്റർ പാതയിലാണ് 2200 കോടി ചെലവിൽ പദ്ധതി ഈ വർഷം നടപ്പിലാക്കാൻ കരാർ ക്ഷണിച്ചത്. റേഡിയോ ഫ്രീക്വൻസിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കവച് ലോക്കോ പൈലറ്റുമാർക്ക് സിഗ്നൽ സംബന്ധിച്ച് മുന്നറിയിപ്പുകൾ നൽകും. ചുവന്ന സിഗ്നൽ തെറ്റായി മറികടന്നാൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് പ്രവർത്തിച്ച് ട്രെയിൻ നിൽക്കും. രാജ്യത്തെ 68,000 കിലോമീറ്റർ ട്രാക്ക് ശൃംഖലയിൽ 1465 കിലോമീറ്ററിൽ ഈ സംവിധാനം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 3000 കിലോമീറ്ററിൽ സ്ഥാപിക്കാനുള്ള ജോലി നടന്നു വരുന്നു. ഇതിന് പുറമെയാണ് പുതിയ കരാർ കേരളത്തിലും വരുന്നത്. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഉള്ള റൂട്ടുകളിൽ കവച് നിർബന്ധമാണ്. എറണാകുളം ഷൊർണൂർ പാതയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. റെയിൽവേ സുരക്ഷയ്ക്കായി എല്ലാ പഴുതുകളും അടച്ചുള്ള കവച് 4 നടപ്പിലാക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ബംഗാളിൽ ചരക്ക് തീവണ്ടി കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിന് പിന്നിൽ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് റെയിൽവേ സുരക്ഷ കർശനമാക്കാൻ കവച് എന്ന ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സംവിധാനത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ കവച് 4 നടപ്പാക്കുന്നത്. ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ഇപ്പോൾ 3.2 പതിപ്പാണ് റെയിൽവേക്ക് സുരക്ഷ നൽകുന്നത്. ഇപ്പോൾ തിരക്കുള്ള പല പുതിയ റൂട്ടുകളിലും കവചിന്റെ 3.2 പതിപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി തിരക്കുള്ള റൂട്ടുകളിൽ കവച് 4 എന്ന കാര്യക്ഷമമായ പുതിയ പതിപ്പാണ് ഉപയോഗിക്കുക എന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കവച് 4 കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജൂൺ 22-ന് പരിശോധന നടത്തിയിരുന്നു. 3 കമ്പനികളാണ് കവച് 4 തയ്യാറാക്കുന്നത്. ഇതേ സംബന്ധിച്ചുള്ള പരീക്ഷണ റിപ്പോർട്ട് കമ്പനികൾ കേന്ദ്രമന്ത്രിക്ക് കൈമാറി. ഇതേ തുടർന്നാണ് ഉടൻ തന്നെ കവചിന്റെ പുതിയ പതിപ്പ് നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞത്. ട്രെയിനുകൾ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള സംവിധാനം ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് 2016-ലാണ്. SIL4 ഉയർന്ന സുരക്ഷാ സംവിധാനം, ഉയർന്ന സുരക്ഷാ നിലവാരം ഉറപ്പാക്കുന്ന അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റ് ഇന്ത്യ നേടിയിരുന്നു. 2022-ലാണ് ഡൽഹി മുംബൈ, ഡൽഹി ഹൈറ എന്നീ തിരക്കേറിയ റൂട്ടുകളിൽ കവച് 3.2 നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ ആകെ റെയിൽവേ പാതകളിൽ 1% മാത്രമാണ് കവച് ഉപയോഗിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ കിലോമീറ്ററുകളോളം റെയിൽ പാതകളിൽ കവച് ഉപയോഗിക്കുന്നുണ്ട്. ഭാവിയിൽ മുഴുവൻ റെയിൽ പാതകളിലും ഈ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് ഇന്ത്യൻ റെയിൽവേ തേടുന്നത്. റിസർച്ച്, ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ എന്ന ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ഗവേഷണ വികസന സ്ഥാപനമാണ് കവച് നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ ആകെ റെയിൽ പാതകളിൽ വളരെ കുറച്ച് മാത്രമാണ് ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക്, ടവറുകൾ, റേഡിയോ ഉപകരണങ്ങൾ, RFID ടാഗ് എന്നിവ റെയിൽവേ ട്രാക്കിൽ ഘടിപ്പിക്കും. അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ സിഗ്നലുമായി ബന്ധപ്പെട്ട ഡേറ്റാ കേന്ദ്രങ്ങളും സ്ഥാപിക്കും. ഇത് രണ്ടും ചേർന്നതാണ് കവച് സുരക്ഷാ സംവിധാനം. അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള കൂടുതൽ സാഹചര്യങ്ങൾ പഠിക്കുകയും അത് ഈ സംവിധാനത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇതോടെ ട്രെയിൻ അപകടങ്ങൾ ഗണ്യമായ തോതിൽ കുറയും. ഇതാണ് കവച് 4 എന്ന പദ്ധതിയിലൂടെ ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യം വെക്കുന്നത്.